പൈത്തണിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ്, അതായത് ബേസിക് ടെക്സ്റ്റ് ഫയൽസ്, ജെയ്സൺ ഫയൽസ്, SQL ഡാറ്റാബേസ് ഫയൽസ്, പിന്നെ കോൺഫിഗറേഷൻ ഫയൽസ് യൂസിങ് YAML ഫോർമാറ്റിൽ വരുന്നത്. അപ്പം അത് പല എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അപ്പം വെറൈറ്റി ഓഫ് ഡാറ്റ ടൈപ്സ്, ഡാറ്റ ഫോർമാറ്റ്സ് നമുക്ക് പൈത്തണിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒന്നാണ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജസ് വെച്ച് വർക്ക് ചെയ്യാൻ, ലോഡ് ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും അതിനെ തിരിച്ച് ഇമേജായിട്ട് റൈറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ സിംപിളി JPEG, PNG അങ്ങനത്തെ ഇമേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ലൈബ്രറിയാണ് പില്ലോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി. അത് വെച്ച് നമുക്ക് ഫയൽസ് ലോഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചില ട്രാൻസ്ഫോർമേഷൻസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ച് എങ്ങനെ ചെയ്യാം, ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത് ക്വിക്കായിട്ട്. അപ്പം പില്ലോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ലൈബ്രറിയാണ്, ബേസ് പൈത്തണിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അപ്പോൾ അത് ഗൂഗിൾ കൊലാബിലൊന്നും ബൈ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് pip install വിളിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഒന്നെങ്കിൽ ടെർമിനലിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ തന്നെ ഇതുപോലെ എക്സ്ക്ലമേഷൻ സിമ്പിൾ ഇട്ട ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാക്കേജ് അതിൻ്റെ റെസ്പെക്റ്റീവ് ഫയൽസ് എടുത്ത്, ഓക്കെ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അപ്പം ഗൂഗിൾ കൊലാബിൽ ആസ് ഓഫ് നോ ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇനി ഇത് വെച്ച് നമുക്കൊരു ഇമേജ് എങ്ങനെ ലോഡ് ചെയ്യാം എന്ന് വേണമെന്ന് അറിയാനായിട്ട് നമുക്ക് പിൽ എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്ന് ഈ ഒരു പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് ലൈബ്രറി നെയിമായിട്ട്. ഇമേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓർ മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഒരു JPEG ഫയലോ അല്ലെങ്കിൽ PNG ഫയലോ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ വർക്ക് സ്പേസിൽ ഒരു JPEG ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ കൊലാബ് ആയതുകൊണ്ട്. അതല്ല നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഫയലിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള പാത്ത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് OS ലൈബ്രറി ഒക്കെ യൂസ് ചെയ്ത് പാത്ത് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യാം. ബട്ട് കറക്റ്റ് ആയിട്ടുള്ള പാത്ത് ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്താൽ മതിയാകും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ആസ് ഓഫ് നോ ആ ഒരു ഇമേജ് ഡേറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ട് ഇതുപോലെ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഗൂഗിൾ കൊലാബ് എൻവയോൺമെൻറ്റിൽ. അല്ലാന്നുണ്ടെങ്കിൽ image.show ഈസ് ഫോർ മാറ്റ്പ്ലോലിബ് ആണ്. അപ്പം അങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. ഐ തിങ്ക് മാറ്റ്പ്ലോലിബും കൂടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം image.show കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. matplotlib ഇല്ല. സോ അത് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്ത് തന്നെ അത് വ്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ കണ്ടൻറ്റ് നമുക്ക് ഇമേജായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കളർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ലെയേഴ്സും ഉൾപ്പെടെ നമുക്കൊരു ഇമേജായിട്ട് തന്നെ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനെ നമുക്ക് ഒരു നമ്പേ അറിയാക്കി മാറ്റാൻ ഐ തിങ്ക് ടു അറേ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, നോട്ട് ടു അറേ. സോ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടു ബിറ്റ് മാപ്പ് ക്രോപ്പ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഗെറ്റ് കളേഴ്സ്, ഒരുപാട് ഹൈറ്റ് ഹിസ്റ്റോഗ്രാം കിട്ടാനുള്ളത്. റീസൈസ്, സേവ്, ഷോ നമ്മൾ ഓൾറെഡി കണ്ടു. തംബ്നെയിൽ, ടു ഇമേജ്, ടു ബൈറ്റ്സ്, ട്രാൻസ്ഫോം, അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ആട്രിബ്യൂട്ട്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മളിതിൽ കാണുന്നത്. സോ ആസ് ഓഫ് നോ ഞാനിതിൽ ആസ് അറേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ല. ബട്ട് ദർ വാസ് ഒരു ഡെഫിനറ്റ്ലി അതിനൊരു വേ ഉണ്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട്, which I need to refer. Okay, let's try something. Pill object to എക്സാക്ട്ലി ആ കമാൻഡ് എന്താണെന്ന് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല. സോ നമുക്കൊന്ന്
ട്രൈ ചെയ്ത് നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജെമിനി. സോ ഓക്കെ, ആസ് അറേ എന്നുള്ളതാണ് ഫങ്ഷൻ്റെ പേര്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ np.asArray എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നമ്പർ ആദ്യം ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന np.asArray എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ ലോഡ് ചെയ്ത ഇമേജ് ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. അപ്പോൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് കാണാൻ സാധിക്കും. ഇനി ഇമേജ് അറേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്പർ അറേ ആയിട്ടും കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്കൊരു 300x200 പിക്സൽ വരുന്ന 3 ലെയർ വരുന്ന ഒരു ഇതാണ്. സോ ഡയമെൻഷണൽ അറേ ആയിട്ട് തന്നെയാണ് നമുക്കത് വരുന്നത്. അതിൻ്റെ ഷേപ്പും വാല്യൂസും ഒക്കെ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ അതിൻ്റെ പ്രിവ്യൂ കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ആസ് അറേ ആണെങ്കിൽ പോലും, നമുക്ക് നമ്പർ അറേ ആണെങ്കിൽ പോലും നമുക്കതിൻ്റെ ഒരു പ്രിവ്യൂ ഉൾപ്പെടെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പം ഓൾ റോസ് ആൻഡ് ഓൾ കോളംസ് ബട്ട് ഫസ്റ്റ് ലെയർ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിട്ടും എനിക്കത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇമേജ് ലോഡ് ചെയ്യാനായിട്ട് പില്ലോ ലൈബ്രറി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ബേസിക് ഓപ്പറേഷനാണ് കണ്ടത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ക്രോപ്പിംഗ്, ഇമേജ് എടുത്ത് അറേനെ മോഡിഫൈ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ലൈക്ക് വെറൈറ്റി ഓഫ് ഡാറ്റാ സോഴ്സസ് എങ്ങനെ പൈത്തണിൽ ലോഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ എക്സാമ്പിളിൽ വരുന്ന ഇമേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഇവിടെ കാണിച്ചത്.